കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് തന്നെ എന്റെ അഭിപ്രായം. നമ്മൾ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ ശാപം ഈ ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സാ. ആണുങ്ങൾ അത് വെച്ച് മുതലെടുക്കുകയും ചെയ്യും. എന്റെ അവസ്ഥ എന്നെ കണ്ടില്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യദോഷയെ പൊട്ടി ഞാനായിരുന്നില്ലേ? എന്നെ ചതിച്ചതുപോലെ ഭൂമിയിൽ ഏതെങ്കിലും പെണ്ണിനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? സത്യം തിരിച്ചറിഞ്ഞപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യാതെ ആരായാലും ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്തോ? ഇല്ലല്ലോ. എന്താ ചെയ്യാഞ്ഞത്? അവൻ ചെയ്ത തെറ്റിന് ഞാൻ ആത്മഹത്യ ചെയ്താൽ ജയിക്കുന്നത് അവനല്ലേ? അങ്ങനെ അവന് ജയിക്കാൻ ഞാൻ വിടണോ? അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊല്ലണമെന്ന്. ചേച്ചി കൊല്ലേണ്ടി വരില്ല. അയാളുടെ കയ്യിലിരിപ്പിന് അയാൾക്കുള്ള കാലൻ എവിടെ അവതരിച്ചിട്ടുണ്ട്. എങ്കിൽ ആ കാലന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ അവസരം ഞാൻ സ്വന്തമാക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഏക കാരണം അതാണ്. ചത്ത് മലന്നു കിടക്കുന്ന അവന്റെ മുഖം ഒരിക്കൽ കാണാമെന്ന സ്വപ്നം. അത് കണ്ടിട്ടെ മൈഥിലി ഈ ഭൂമി വിട്ടു പോവും. അങ്ങനെ കൊല്ലാനാണെങ്കിൽ ഈ വീട്ടിൽ ആദ്യം നടക്കേണ്ട കൊലപാതകം അജയ് ഘോഷിന്റേതല്ല. ഹരിദാസിന്റേതാ. എന്നിട്ട് ഞാൻ കൊന്നില്ലല്ലോ അയാളെ. മരണം ഭയന്ന് ആരോടും പറയാതെ നാട് വിട്ടില്ലേ? ഒരിക്കലും അയാൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ഞാൻ എന്റെ ജീവിതം ആരംഭിച്ചില്ലേ വീണ്ടും? ഉറങ്ങാൻ കിടക്കും മുമ്പ് എന്നും പ്രാർത്ഥിക്കാറുണ്ട്, ദുസ്വപ്നത്തിൽ പോലും അയാളുടെ മുഖം കടന്നു വരരുതെന്ന്. എത്ര കരുതലോടെ എനിക്ക് ജീവിക്കാമെങ്കിൽ എന്നെക്കാളും പ്രായവും പക്വതയുള്ള ചേച്ചിക്ക് എന്തുകൊണ്ടായിക്കൂടാ? ഇന്നോളം ഞങ്ങൾ ചോദിച്ചിട്ടില്ല, നീ പറഞ്ഞിട്ടുമില്ല. ഇനിയെങ്കിലും നിനക്ക് പറഞ്ഞൂടെ മോളെ, നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്ന്? അവന് നീ ഇത്രയ്ക്ക് വെറുക്കാൻ കാരണം എന്താ? വെറുപ്പോ? ആര് വെറുത്തു? ഞാൻ അയാളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലേ ഒന്നും തുറന്നു പറയാത്തത്. മോളെ, പക്ഷെ എന്റെ ആ സ്നേഹം എന്റേത് മാത്രം. ഐ മീൻ ജനനി എന്ന ഭാര്യയുടെ മാത്രം. അഡ്വക്കേറ്റ് ജനനി സേതുമാധവന് അത് ബാധകമല്ല. അധികം താമസിയാതെ മാണിക്യമംഗലത്തെ ഹരിദാസ് ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും നിയമത്തിന് കീഴടങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്ന മെറ്റൽഡയുടെ ആത്മാവിനോട് എനിക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല. കണ്ടില്ലേ, പറയുമ്പോ പ്രായത്തിലും സ്ഥാനത്തിലും അവള് നമ്മുടെ അനുജത്തിയാ. പക്ഷെ അവളിലെ ഭാര്യയെ അതിജീവിക്കാൻ അവളുടെ പെണ്ണിന് കഴിഞ്ഞു. ഒരു പരിധിവരെ എനിക്കും മൈഥിലിക്കും കഴിഞ്ഞു. ചേച്ചിക്കും അതിന് കഴിയണം. ഇല്ലെങ്കിൽ കാലം ചേച്ചി കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. അതുണ്ടായിക്കൂടാ ചേച്ചി. കലാതിലകം നാട്യശ്രീ കാവേരി പരമേശ്വരൻ ആരാണെന്ന് കാലത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ചേച്ചിക്ക് മാത്രമാ. കൂടെ ഞങ്ങളുണ്ടാവും, എന്തിനും ഏതിനും. മാണിക്യമംഗലത്തെ മരുമക്കളല്ലല്ലോ, കൂടപ്പറപ്പുകളല്ലേ ചേച്ചി നമ്മള്. ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ,
നന്മയാകും പെണ്ണേ ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ നന്മയാകും പെണ്ണേ ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ നന്മയാകും പെണ്ണേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ചേട്ടൻ വെറുതെ തല കൊണ്ടാക്കല്ലേ. അടുത്ത മാസം തെങ്ങേറ്റം അല്ല അരങ്ങേറ്റം നടത്തേണ്ട മനുഷ്യനാ. ശ്രദ്ധ മാറിപ്പോയി എല്ലാം കൈവിട്ടു പോവും. എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കണ്ടെടുത്തോളം കേട്ടെടുത്തോളം അജയ് ഘോഷ് പറയുന്നത് തന്നെയാ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മളൊരു തികഞ്ഞ കലാകാരനായ തന്നെ നമ്മുടെ പകുതി പ്രശ്നവും തീർന്നു. കല മനസ്സിനെ കീഴടക്കുമ്പോ എത്ര വലിയ കടലും ശാന്തമാവും. നമുക്ക് പിന്നെ ആരോടും വിദ്വേഷവും വെറുപ്പും ഒന്നും തോന്നില്ല. 2023 ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആകെ കുറ്റവാളികളിൽ 1.5% മാത്രമാണ് കലയുമായി ബന്ധമുള്ളവര്. അതും ക്രിമിനൽ കേസിൽപ്പെട്ടവര് വിരലിൽ എണ്ണാവുന്നവര് മാത്ര. ഈ നാഗവല്ലി ടീച്ചർ അറിവുകൾ അപാരം തന്നെ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്നോട് എന്തിനാ പറയുന്നേ? ഒന്ന് ഡാൻസ് പഠിച്ചു എന്ന് വെച്ച് എന്റെ ശത്രുക്കളോട് മുഴുവൻ ഞാൻ ക്ഷമിക്കണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഡാൻസ് പഠിത്തം ഞാൻ ഇന്നത്തോടെ ഇവിടെ നിർത്തും. അയ്യോ ഏട്ടാ, ചുമ്മാ അവിവേകം ഒന്നും കാണിക്കല്ലേ. ഈ ഡാൻസാ നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക ചാൻസ്. അതെന്താ? അല്ല, ഈ അരങ്ങേറ്റം നടന്നിട്ട് വേണമല്ലോ മറ്റുള്ളമാരെ നമുക്ക് തോപ്പിക്കാൻ. ഓ അങ്ങനെ. തോൽപ്പിക്കണം. എല്ലാവളുമാരെ നമുക്ക് തോൽപ്പിക്കണം. മാണിക്യമംഗലത്തെ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം വളരെ കൂടുതലാ. അതെന്റെ ഡാൻസ് കാണുന്നതോടെ എല്ലാം അങ്ങ് അവസാനിക്കും. ഈ ഭരതനാട്യത്തിന്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഥകളിയും മോഹിനിയാട്ടവും കൂടെ പഠിക്കാൻ. ഈ കഥകളി ടീച്ചർക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞത്? അജയ, ഓ, അതിന് പറ്റിയ ഒരാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പോരെ അത്ത്? എടാ, ഇതിപ്പം പഠിച്ചു കഴിയും. ഈ സ്പിരിറ്റിൽ ഉടനെ മറ്റത് പഠിച്ചു തുടങ്ങാമല്ലോ. ഓ, ഏട്ടന് ഇഷ്ടം പോലെ. അതെ, എനിക്ക് പ്രാക്ടീസ് കുറച്ച് ബാലൻസ് ഉണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഓ ഓ ഓ എന്തുവാന്നാകൂ നമ്മളീ കാണുന്നത്? ഇങ്ങനെ കംപ്ലീറ്റ് ഫട്ടായോ? ഡാൻസിന്റെ കാര്യത്തിലും മണ്ടനാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തില് നിങ്ങളുടെ ഏട്ടൻ നമ്പർ 1 സൂക്ഷിക്കണം.